ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ പുറത്തുവന്ന വെളിപ്പെടുത്തലുകളിൽ ഉലഞ്ഞ മലയാള ചലച്ചിത്ര ലോകം. ഗുരുതരമായ ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ നേരിട്ട അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തും സ്ഥാനങ്ങൾ വിട്ടൊഴിഞ്ഞു. അപ്പൊ ആ സമയത്ത് സെക്രട്ടേറിയറ്റിൽ വെച്ചാണ് എനിക്ക് ആദ്യത്തെ ദുരനുഭവം എനിക്ക് ഉണ്ടായത്. ആദ്യത്തെ ആള് ജയസൂര്യ തന്നെയാണ്. ജയസൂര്യാണ് പറയുന്ന അപ്രത്യക്ഷമായിട്ട് പറയുന്ന ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് ചുംബിക്കുകയും കൂടെ ചെയ്തു. അതാണ് എനിക്ക് ഭയങ്കര സങ്കടമായി പോയത്. എനിക്ക് മാത്രം ഒന്നും നടക്കണല്ലോ സാർ, എല്ലാവർക്കും കിട്ടണ്ട്. വലിയ ബുദ്ധിമുട്ടാ അല്ലോടാ. ഭയങ്കര കഷ്ടപ്പാടാണ്. രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വിഷമം വരും. കൊച്ചു പുസ്തകം തന്നെയാ കൂട്ട് അല്ലയോ. ഇത് കണ്ടുകിട്ട് മടക്കത്തില്ലോടാ ഈ പടമൊക്കെ. കഥകള് വേറെ വേറെ ആയിരിക്കും. ഞാൻ അമ്മയില് മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി ഇത് കൊടുത്തപ്പം മുകേഷ് ഏട്ടൻ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു, അമ്പടി കള്ളി, ഞാൻ അറിയാതെ അമ്മയിൽ നുഴഞ്ഞു കയറാന്ന് വിചാരിച്ചോ? കുഴപ്പമായി തോന്നുന്നത്. ഞാൻ അറിയാതെ മലയാള സിനിമയിൽ ഒന്നും നടക്കാൻ പോണില്ല. നീ നിനക്ക് കൊടുക്കാൻ നിനക്ക് വലിയ ഗമയല്ലേ, നീ ആർക്കും കൊടുക്കണ്ട. നീ മെഴുകുതിരിയുടെ വാസ്കല്ലേ ഇല്ല. ഓ ഇനി തീ കൊണ്ട് കളിക്കാത്ത കുറവ് മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കിയല്ലായി കളിക്കാനല്ല പ്രാർത്ഥിക്കാനാ. നീ ആർക്കും കൊടുക്കണ്ട. നീ മെഴുകുതിരിയുടെ വാസ്കല്ലേ, ആ വാസ്ക് ഇട്ട് അടച്ചു വെച്ച, നീ ആർക്കും കൊടുക്കണ്ട. അങ്ങനെ പറഞ്ഞ് ഭയങ്കര ഷോക്കായി പോയി ആ ഒരു വർത്തമാനം. ഭൂമിയിലുള്ള നമ്മുടെ അമ്മയുടെ മെമ്പേഴ്സിന് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ ഏറില് അമ്മയുടെ മെമ്പേഴ്സ് എല്ലാവരും ഏറില് നിൽക്കുകയാണ്. ഇപ്പൊ എല്ലാവരും അതിൻ്റെ ഒരു സന്തോഷമുണ്ട്.